ചില രാജാക്കന്മാർ കിരീടം ധരിക്കും, ചില രാജാക്കന്മാർ സിംഹാസനത്തിലിരിക്കും. പക്ഷെ ഒരാൾ ഉണ്ടായിരുന്നു, കിരീടം പോലും അദ്ദേഹത്തെ തേടി വന്നു. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ലിയണൽ മെസ്സി. സ്പോർട്സിൽ നിന്ന് ലീഡർഷിപ്പ് ലെസൺസ് കേൾക്കാനായി നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ 90 മിനിറ്റ് മുഴുവൻ 22 പേർ ഗ്രൗണ്ടിൽ ഓടും. പക്ഷെ എതിർ ടീമിന്റെ കണ്ണ് ഒരാളിൽ മാത്രം. കാരണം മെസ്സിക്ക് ഒരു സെക്കൻഡ് സ്പേസ് കൊടുത്താൽ ചരിത്രം മാറും. മെസ്സി ഏറ്റവും ഉയരമുള്ളവനല്ല, മെസ്സി ഏറ്റവും ശക്തനുമല്ല, മെസ്സി ഏറ്റവും ശബ്ദമുള്ളവനല്ല. പക്ഷെ ബോൾ കാലിലൊട്ടിയ നിമിഷം 11 ഡിഫൻഡേഴ്സ് പോലും പ്രേക്ഷകരായി മാറും. കോച്ച് സ്ട്രാറ്റജി മാറ്റി, ക്യാപ്റ്റൻ ഫോർമേഷൻ മാറ്റി, ഡിഫൻഡേഴ്സ് കരിയറും മാറ്റി. കാരണം ഒന്ന് തന്നെയായിരുന്നു, മെസ്സി കളിക്കളത്തിൽ ഉണ്ടായതുകൊണ്ട്. ബലൂൺ ഡിയോർ, വേൾഡ് കപ്പ്, കോപ്പ അമേരിക്ക, ചാമ്പ്യൻസ് ലീഗ് ഇവ ട്രോഫികളല്ല, ലോകം എഴുതിയ സറണ്ടർ ലെറ്റേഴ്സ് ആണ്. മെസ്സി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന്. പക്ഷെ സ്കോർ ബോർഡ് ഓരോ ആഴ്ചയും അത് പറഞ്ഞു. യഥാർത്ഥ സിംഹം അലറി നടക്കില്ല, വേട്ടയാടും. ഒരു ദിവസം മെസ്സി ബൂട്ടഴിക്കും, സ്റ്റേഡിയത്തിലെ ലൈറ്റ് ഓഫ് ആവും. പക്ഷെ ഒരു കാര്യം ഒരിക്കലും അവസാനിക്കില്ല. മെസ്സിയുടെ പേര് കേൾക്കുമ്പോൾ വരുന്ന ഗൂസ് ബംസ് കാരണം പ്ലേയേഴ്സ് ഗോൾസ് അടിക്കും. ചരിത്രത്തിൽ പല ലെജൻസും വന്നിട്ടുണ്ട്, പല കപ്പുകൾ നേടി. പക്ഷെ ഫുട്ബോൾ ഒരു മതമായി മാറ്റിയ കുറച്ച് പേരുകളിൽ ഒരാളാണ് ലിയണൽ മെസ്സി.